സത്യം പറഞ്ഞ നിങ്ങളുടെ ഈ ഇരിപ്പ് കാണാൻ തന്നെ ഒരു സുഖമുണ്ട്. രണ്ടമ്മമാരും ഒരു മകളും. എന്നതായാലും നീ ഭാഗ്യവതി അജിഷമോളെ. പക്ഷേ ഞാനിപ്പോ ഈ രണ്ടമ്മമാരുടെ ഒപ്പം അല്ലല്ലോ അമ്മാമേ. അതിനെന്നാ, ഇവരെ പോലെ തന്നെ നിന്നോട് സ്നേഹമുള്ളവരല്ലേ ചെറിയച്ഛനും ആന്റിയും. ഈ അമ്മമാരെ നിനക്ക് എപ്പോ വേണമെങ്കിലും കാണുകയും ചെയ്യാം. പിന്നെ എന്നാത്തിനാ വിഷമം? അതൊക്കെ ശരിയാ അമ്മാമേ. ഇവിടെ എത്തിപ്പെട്ടത് ഞങ്ങളുടെ ജിഷമോടെ ഭാഗ്യല്ലേ. അമ്മമാരെ കാണുമ്പോ ഒപ്പം കഴിയാൻ പറ്റാത്തതിന്റെ സങ്കടമൊക്കെ പറയുമെങ്കിലും ഇവൾക്കും ഇവിടെ ഇഷ്ടം. ആ, രമണിയോട് ഇനി പ്രത്യേകമായിട്ടൊരു കാര്യം പറയാം. അവനവന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന മനുഷ്യരുള്ള ഈ കലികാലത്ത് അകന്ന ബന്ധത്തിലുള്ള ഒരു കുട്ടിയുടെ ക്ഷേമാന്വേഷണത്തിന് ഓടിയെത്തുവാന്നൊക്കെ പറഞ്ഞ നിന്നെപ്പോലെ മനസ്സുള്ളവര് അധികം ഒന്നും കാണത്തില്ല കുട്ടി ഈ ലോകത്ത്. മണിയേട്ടത്തിയെ ഇവൾ അമ്മയെന്ന് വിളിക്കുന്നേ ഉള്ളൂ. ഇവൾക്ക് ഞാൻ അമ്മയെ പോലെ തന്നെയാ. ഇങ്ങോട്ട് വരുന്നത് വരെ ഇവളുടെ എല്ലാം ഞാനായിരുന്നു. ഇവളെക്കുറിച്ചുള്ള ഒരു വിഷമവും ഞാൻ ഏട്ടത്തെ അറിയിച്ചിട്ടില്ല. ചുരുക്കം പറഞ്ഞ ജിഷമോൾ ഇങ്ങ് പോന്നതിൽ മണിയേക്കാ സങ്കടം രമണിക്കാണല്ലേ? സങ്കടപ്പെടാനല്ലേ പറ്റൂ അമ്മാമേ. അവകാശം ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മോളുടെ സന്തോഷവും ഭാവിയും ഒക്കെ നോക്കണ്ടേ. ആ, യഥാർത്ഥ സ്നേഹമുള്ളവരങ്ങനെയാ. മക്കൾക്ക് വേണ്ടി സ്വന്തം സന്തോഷവും സുഖവും ഒക്കെ വേണ്ടെന്ന് വെക്കും. ആ, അല്ല, രമണിക്ക് മക്കളൊന്നുമില്ലയോ? അത് അയ്യോ അമ്മാമേ, അത് മാത്രം അവളോട് ചോദിക്കണ്ടായിരുന്നു. അതെന്താ? അത് ഇവൾക്കൊരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താനുള്ള ഭാഗ്യം ദൈവം കൊടുത്തില്ല അമ്മാമേ. ചിലപ്പോ എന്റെ ജിഷമോൾക്ക് ഇങ്ങനൊരു അമ്മയെ കൂടി കിട്ടാനുള്ള ഭാഗ്യമുള്ളത് കൊണ്ടാവും രമണിക്ക് അങ്ങനെ ഒരു നിർഭാഗ്യം സംഭവിച്ചത്. ക്ഷമിക്കണം കേട്ടോ. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം മനഃപൂർവ്വം ചോദിച്ച് വിഷമിപ്പിച്ചു എന്ന് കരുതരുത്. ചില നേരത്ത് ഞാൻ ഇങ്ങനെയാ. കൂടുതലായിട്ട് അടുത്ത ഔചിത്യങ്ങളൊക്കെ ഞാൻ അങ്ങ് മറക്കും. സാരമില്ല മാമേ. ഇവൾ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നുമില്ല. ആ, എന്തായാലും കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ. ജേഡി നാദരമോളം തിരിച്ചു വരണവരെ നമുക്ക് ശരിക്കും ഒന്ന് ആഘോഷിച്ചേക്കാം. എന്താ? ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഞാനും നിങ്ങളെപ്പോലെ ഒരു സങ്കടക്കാരിയ. ആ, എന്നതായാലും കുറച്ചു നാളെങ്കിലും ജിഷമോൾക്ക് കാവലിരിക്കാൻ തീരുമാനിച്ചത് വെറുതെ ആയില്ല. പരസ്പര സ്നേഹത്തോടെ കഴിയുന്ന രണ്ടമ്മമാരെ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. ചായ കുടിക്കാം. വാ മക്കളെ, ചായ കുടിക്കാം. തന്നെ കാണാതായപ്പോ ഞാൻ അടുക്കളയിലോട്ട് വരാനിരിക്കുവായിരുന്നു. ആള് കൂടുമ്പം വെള്ളം തിളക്കാൻ സമയം എടുക്കും അമ്മാമ്മേ. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? തനിക്ക് പിന്നെ എന്നാത്തിനും ഒരു കാരണം പറയാനുണ്ടാവൂലോ. ഇരിക്കും മക്കളെ. ഇരിക്കെ. ഒരു മുറി ഒരുക്കി വെക്കാൻ പറഞ്ഞിട്ട് താൻ അത് ചെയ്തോ? അതെങ്ങനെ അമ്മാമ്മേ? അന്നേരം ഞാൻ ചായ ഉണ്ടാക്കാൻ പോയില്ലയോ? 10 കാര്യം ഒരുമിച്ച് ചെയ്യാനേ എനിക്ക് ആകെ ഒരു കയ്യല്ലേ ഉള്ളൂ. അമ്മാമേ, മുറി എനിക്കാണെങ്കിൽ അതൊന്നും വേണ്ട. ഞങ്ങള് 3 ഒരു മുറി കഴിഞ്ഞോളാം. അയ്യോ, അതൊന്നും വേണ്ട. എന്തോ മുറി ഇപ്പൊ ഒരുക്കി തരാം. ദേ അമ്മാമ്മേ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ വീട്ടിൽ 3 പേര് ഒരു മുറി താമസിക്കാന്ന് വെച്ചാൽ അതിന് നാണക്കേട് നമുക്ക് തന്നെ. ഇവർ 3 ആളും വെവ്വേറെ മുറി താമസിക്കണമെന്നാ എൽദോയുടെ അഭിപ്രായം. അത് വേണ്ട. മണിയും ജീഷമോളും ഇനി ആ മുറി തന്നെ കഴിയട്ടെ. രമണിക്കൊരു മുറിയാവാം. വേണ്ട അമ്മാമേ. 2 ദിവസമെങ്കിൽ 2 ദിവസം എനിക്കെന്റെ ജിഷമോളോടൊപ്പം കഴിയാലോ. അതിനെന്നാ,
മുഴുവൻ സമയം നിങ്ങളിവിടെ ഒരുമിച്ചല്ലയോ? കിടപ്പ് എന്തായാലും ഒരുമിച്ച് വേണ്ട, അത് വലിയ സൗകര്യക്കേടാ. ഇനിയിപ്പോ ഒറ്റയ്ക്ക് സ്ഥലം മാറിക്കിടക്കാൻ ബുദ്ധിമുട്ടാണേൽ രമണി എന്റെ മുറി കിടന്നോട്ടെ. എന്നതായല്ലോ? എന്നാലും മതി. അമ്മാമ്മയ്ക്ക് മിണ്ടാനും പറയാൻ ഒരാളാവുമല്ലോ. ആ, അതെ. സാധാരണ ഞാൻ ആരും കൂട്ടി കിടത്താറില്ല, അതൊരു ശീലാക്കണ്ടല്ലോ എന്ന് കരുതിയ. പക്ഷേ രമണിയോട് എനിക്ക് മിണ്ടിയും പറഞ്ഞു മതിയാവാത്ത പോലെ. അമ്മാമേ, ഞാൻ പിന്നെ ഒന്നും പറയണ്ട, അതങ്ങ് തീരുമാനിക്കാം. എന്തായാലോ? ചോദിക്കാൻ എന്തുവാ? തീരുമാനിച്ചു കഴിഞ്ഞ അമ്മാമ്മേ, ഞാൻ പോയി മുറി റെഡിയാക്കാം. ആ, കഴിക്കണം മക്കളെ. അമ്മയ്ക്ക് നിന്നോടൊപ്പം സ്വസ്ഥമായിട്ട് കഴിയാനുള്ള യോഗ ഇല്ലെന്ന മോളെ തോന്നേ. കണ്ടില്ലേ, സ്നേഹിച്ചും ചിലർ നമ്മളെ അകറ്റുക. അല്ലെങ്കിൽ അമ്മാമ്മയ്ക്ക് എന്നോട് കൂട്ടുകിടത്താൻ മാത്രമുള്ള പ്രിയം തോന്നൂ. അമ്മ പോണ്ട, വേണമെങ്കിൽ വല്യമ്മ അവിടെ പോയി കിടന്നോട്ടെ. എനിക്കിന്ന് എന്റെ അമ്മയുടെ ഒപ്പം കിടക്കണം. നീ ഈ അമ്മയെ കൂടുതൽ സങ്കടപ്പെടുത്തല്ലേ മോളെ. ഇവിടെ നിൽക്കുമ്പോ ആ അമ്മാമ്മയെ മുഷിപ്പിക്കാൻ പറ്റുമോ? അത് ചിലപ്പോ എന്തെങ്കിലും സംശയത്തിന് ഇടകൊടുത്താലോ? ഇപ്പൊ തന്നെ മണിയെടുത്തി പുറത്ത് നിൽക്കുമ്പോ നമ്മളിവിടെ കഥ കടിച്ച് സംസാരിക്കുന്നത് പോലും അപകടോ. അപ്പോ അമ്മയ്ക്ക് എന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് കിട്ടാൻ കൊതിയുണ്ടായിരുന്നില്ലേ? അതില്ലാണ്ടിരിക്കോ മോളെ? ഇപ്പോ അമ്മ എവിടെ ഇരിക്കുന്നേന്നറിയോ? സ്വർഗത്തിലാ. ഇങ്ങനെ ഇതുപോലിരുന്ന് എന്റെ മോളെ മനം കുളിർക്കെ കണ്ട് കണ്ണടയ്ക്കാൻ കഴിയണേന്നാ അമ്മയുടെ പ്രാർത്ഥന. ഈ അമ്മയ്ക്ക് എപ്പോഴും മരിക്കുന്നതിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ജീവിക്കണ്ടേ അമ്മേ? ഞാൻ ജനിച്ച ശേഷം സന്തോഷം എന്താണെന്ന് അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. അച്ഛനെ കിട്ടിയപ്പോ എനിക്ക് കുറച്ചൊക്കെ അത് അറിയാൻ പറ്റുന്നുണ്ട്. അമ്മയ്ക്കും അത് കിട്ടണം. എവിടുന്നെങ്കിലും വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന സന്തോഷമല്ലല്ലോ മോളെ അമ്മയ്ക്ക് വേണ്ടത്. ഒരിക്കൽ അനുഭവിച്ച ഇനി ഒരിക്കലും കിട്ടാത്ത സന്തോഷല്ലേ? അമ്മ എന്തിനാ ഇങ്ങനെ മുഴുവൻ പ്രതീക്ഷയും കൈവിട്ട് കളയുന്നേ? അച്ഛൻ തിരിച്ചു വരുന്നതിന് മുമ്പ് അമ്മ എനിക്ക് പ്രതീക്ഷ തന്നിരുന്നില്ലേ? എന്നെ ആശ്വസിപ്പിച്ചിരുന്നില്ലേ? എന്നെങ്കിലും മോളുടെ അച്ഛൻ വരുമെന്നും പറഞ്ഞ് ആ വാക്ക് വിശ്വസിച്ച് കാത്തിരുന്നിട്ട് എനിക്ക് അച്ഛനെ കാണാൻ കഴിഞ്ഞല്ലോ. പിന്നെ എന്താ അമ്മയ്ക്ക് പറ്റിയേ? അച്ഛന്റെ കൂടെ ആന്റി ഉള്ളത് കൊണ്ടാണോ? അമ്മയ്ക്കറിയില്ല മോളെ. അമ്മയ്ക്ക് വേണ്ടി അമ്മ ഇപ്പൊ ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അത്രേ അമ്മയ്ക്കറിയൂ. അച്ഛനിൽ നിന്ന് സ്നേഹത്തിന്റെ ഒരു അംശം പോലും അമ്മ ഇനി പ്രതീക്ഷിക്കുന്നില്ല. അതല്ലേ സത്യം? അച്ഛൻ പാവോ അമ്മേ. പുറമേ കാണുന്ന ഗൗരവം അല്ലാതെ ഉള്ളിലൊന്നുമില്ല. ശത്രുവിനെ പോലും സ്ഥായിയായിട്ട് വെറുക്കാൻ അച്ഛനാവില്ല. പിന്നെയല്ലേ അമ്മേ? അമ്മ അതിന് അച്ഛനെ ദ്രോഹിച്ച ശത്രു അല്ല മോളെ, അച്ഛന്റെ അക്ഷരങ്ങളെ ദ്രോഹിച്ച ശത്രുവാ. എന്റെ വിധി എന്നെ കൊണ്ട് അവിവേകം ചെയ്യിച്ചു. വേണ്ടമ്മേ, വല്യമ്മയായിരിക്കും. ഇങ്ങോട്ട് കേറി വന്നാ നമുക്ക് ഇതുപോലെ ഉള്ളു തുറന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വല്യമ്മ കുറച്ചു നേരം കൂടി അവിടെ നിൽക്കട്ടെ. അമ്മ ഇങ്ങോട്ട് ഇരുന്നേ. വാ, ഇവിടെ ഇരി.
ജിഷേ, മോളെ ജിഷേ. എന്നതാ മണിയമ്മേ, വിളിച്ചിട്ട് തുറക്കുന്നില്ലയോ? ഏയ്, ഞാൻ വിളിച്ചോന്നുമില്ല. അവരെന്തോ സങ്കടം പറയായിരിക്കും. ഒരുപാട് കാലത്തിന് ശേഷം കണ്ടതല്ലേ. എങ്ങനെ 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 ഒരുപാട് കാലത്തിന് ശേഷമോ? അതെങ്ങനെ? ജിഷ കൊച്ച് ആശുപത്രി കിടക്കുമ്പം ഈ ആന്റി അല്ലയോ വന്നത്? ഏയ്, അത് ഇവളൊന്നുമല്ല, അത് വേറൊരു രമണിയാ. ഓ, അത് ശരി. അപ്പോ അവളും ഒരു രമണി ആയിരുന്നു അല്ലേ? ഇതും രമണി. ഇങ്ങനെ അമ്മയേക്കാൾ സ്നേഹമുള്ള ഒരുപാട് രമണി ആന്റിമാരുണ്ടോ ജിഷ കൊച്ചിന്? അല്ല, ഇനിയിപ്പോ മണിയമ്മ അല്ലാതെ മോക്ക് വേറെ അമ്മമാര് കാണുവോ ആവോ? അല്ല, ഞാൻ എന്റെ പൊട്ടപ്പൂത്തിക്കൊരു സംശയം ചോദിച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ തന്റെ ജെ ഡി സാറിന്റെ ഏട്ടത്തേമ്മയാ. അതിന് തനിക്ക് വല്ല സംശയമുണ്ടോ? ഏയ്, അതെന്താ അങ്ങനെ തോന്നാ? അല്ല, ഞാൻ ഇവിടെ വന്നത് മുതൽ തന്റെ നോട്ടം ഭാവം ശ്രദ്ധിക്കുക. പോട്ടെ പോട്ടേന്ന് വെച്ച് ഇതുവരെ ഞാൻ ക്ഷമിച്ചു. എന്നെക്കുറിച്ചോ രമണിയെക്കുറിച്ചോ തനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഞങ്ങൾ ഇവിടുന്ന് പോയി തന്നേക്കാം. താൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങളെ പോലീസിൽ പിടിപ്പിക്കണമെന്നുണ്ടോ തനിക്ക്? അയ്യോ, എന്തോ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം ഇങ്ങനെ പറയല്ലേ മണിയമ്മേ. നിങ്ങൾ ഇങ്ങനെ അടഞ്ഞ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. അകത്താരും വിളിച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാമെന്ന് കരുതി. ഊണ് കഴിക്കാനാ. വിളിക്കട്ടോ? വേണ്ട, തന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. അവരെ ഞാൻ വിളിച്ചോളാം. ഓ, ജിഷേ, ജിഷേ, വാതിൽ തുറക്കാൻ. രമണി, വാതിൽ തുറക്കാൻ. ഈ വല്യമ്മയ്ക്ക് ഇത് എന്തിന്റെ തിരക്കാ? ജിഷേ, ജിഷേ, വാതിൽ തുറക്കാൻ. ദാ വരുന്നു. എന്താ നിങ്ങൾ രണ്ടാളും വിചാരിച്ചു വെച്ചിരിക്കുന്നേ? എല്ലാരെയും അറിയിച്ച് ഇവിടുന്ന് ഇറങ്ങി പോവാനോ? എന്നെ അതിന് കിട്ടില്ല. എനിക്ക് എന്റെ വിശ്വട്ടിനെ ഓർക്കണം. എന്താ എടുത്തി, ഇതിന് മാത്രം എന്തുണ്ടായി? എന്തുണ്ടാവാനാ? ഇവളുടെ പെറ്റമ്മയെന്ന് പറയുന്ന എന്നെ പുറത്താക്കി നിങ്ങൾ ഇവിടെ വാതിലടച്ചിരുന്ന അതിലൊരു സംശയം തോന്നാതിരിക്കാൻ ഇവിടെ ഉള്ളവരൊക്കെ മണ്ടമരുന്ന് കരുതിയോ? ആർക്കാ ഇപ്പൊ ഇത്ര സംശയം? ആ എൽദോക്കല്ലേ? അയാൾ ഒരു വട്ടനാന്ന് വല്യമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ? ഞങ്ങൾ ഇവിടെ ഇത്തിരി നേരം ഒന്ന് സംസാരിച്ച് വല്യമ്മക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് പറ. ജയേ, അല്ല പിന്നെ നമുക്ക് ഇവിടുന്ന് പോവാം അമ്മേ. ഇവിടെ ഉള്ളവരെ പേടിക്കുന്നതിന് പുറമെ വല്യമ്മയെ കൂടെ പേടിക്കണമെന്ന് വെച്ചാ എന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മോളെ, സ്നേഹിക്കുകയും വേണ്ട. പക്ഷേ ഒരു നാടകം കളിക്കുമ്പോ അത് കാണുന്നവരെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിലാവണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ വേഷം കെട്ടിനിറങ്ങി? എടുത്തി ഒന്നും വിചാരിക്കരുത്. ശ്രദ്ധിക്കേണ്ടത് ഞാനായിരുന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എടുത്തി. ഇവളുടെ ചലനേർത്ത സ്വഭാവം എടുത്തിക്കറിയാലോ. അതൊന്നും മനസ്സിൽ കൊടുക്കല്ലേ. ഇല്ല ഗീതേ, ഈ അടച്ചിട്ട മുറിക്കുള്ളിൽ നമുക്ക് എന്തോ ആവാം. പക്ഷെ പുറത്തത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ അഗ്നി പരീക്ഷയിൽ നിന്നും മാനം പോവാതെ കരകയറാൻ ഞാൻ എന്തും സഹിച്ചോളാം. നിങ്ങൾ രണ്ടാളും കണ്ണും മുഖവും കഴി ഒന്ന് വേഗം ഇറങ്ങ. ആ എഴുതോ ഊണ് വിളമ്പാൻ നിൽക്കുക. നമ്മൾ ചെല്ലുന്നത് വൈകിയ ഇനി വന്ന് വിളിക്കുന്നത് അമ്മാമ്മയായിരിക്കും. വാ മോളെ, വാ. ഇതൊന്നും ശരിയാവുന്നില്ല. എന്റെ കർത്താവേ, അമ്മാമോ, അമ്മാമേ, അമ്മാമേ, ഇത് കണ്ടോ ഈ കൊച്ചനെ കാണിക്കുന്നത്? അമ്മാമോ, കൊച്ചാ, എന്നാ കാണിക്കുന്നത്? തനിക്ക് എന്താ കണ്ണു കണ്ടൂടെ? ഞാനിത് തുറക്കാൻ പോവാ. കൊച്ചാ, കൈവിട്ട കളി കളിക്കരുത് കേട്ടോ. നിന്റെ നഗടി ആരോട് വേണമെങ്കിലും കാണിച്ചോ, പക്ഷെ ഇതിനകത്ത് വേണ്ട കേട്ടോ. ദേ, നിങ്ങളാണോ ഈ കൊച്ചിനെ കൂടി കടന്നു ജയിക്കുന്നത്? അയ്യോ അല്ല മോളെ, വേണ്ട, തുറക്കണ്ട. എന്നെ വിട്. ഇയാളാരാ എന്നെ തടയാൻ? ജെഡി സാർ തലക്കടി ചവാങ്കട സ്ഥലമായത്. ഇതിനകത്ത് വെച്ചൊന്ന് മരിക്കണമെന്ന് നേർച്ചുണ്ടെങ്കിൽ ആയിക്കോ, തുറന്നോ. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? മോളെ വേണ്ട, സമ്മതിക്കില്ല ഞാൻ. ഇങ്ങ് വാ, ഇങ്ങ് വരാൻ. വിട്. എൽദോ, ഞാനല്ലേ പറഞ്ഞത്. എന്നതാ എൽദോ, എന്നതാ ഇവിടെ? അമ്മാമ ഇത് കണ്ടോ ഈ കൊച്ചിന് ധിക്കാരം? ജെഡി സാർ പോലും ഇപ്പൊ ഈ മുറി തുറക്കാറില്ല. എന്നിട്ട് ഇപ്പൊ ആരും അറിയാതെ താക്കോലെടുത്തോണ്ട് വന്ന് ഈ കൊച്ചു മുറി തുറക്കാൻ പോവുക. എന്നതാ കൊച്ച ഇതൊക്കെ?
തലമൂത്തോര് പറഞ്ഞതനുസരിച്ച് തലയിലെ കിരീടം വീണ് പോകത്തൊന്നുമില്ല. ആ താക്കോൽ ഇങ്ങ് കൊടുത്ത്. എന്നോട് ആരും ആജ്ഞാപിക്കണ്ട. ഇതെവിടെ വെക്കണോന്ന് എനിക്കറിയാം. എന്താ മോളെ ഇത്? നീ ആരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് എല്ലാരെയും അറിയാം. ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നേന്നറിയാൻ ആന്റി വരുത്തിയതാ ഇവരെ. ഇവര് കാണാൻ തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. എന്നാ നീ കാണിക്കടി അഹങ്കാരി. എട്ടും പൊട്ടും தெரியாത്ത പാവാണെന്നാ ഞാൻ ഇതുവരെ കരുതിയത്. തോന്നിവാസം കാട്ടിയാലുണ്ടല്ലോ മുട്ടുകാലി ഞാൻ തല്ലിയോടിക്കും. നിനക്ക് ഈ മറിയാം കോശയെ ശരിക്കും അറിയത്തില്ല. അമ്മാമ്മേ, ഇവള് മിണ്ടരുത്. പെങ്കൊച്ചുങ്ങളെ അടക്കൊതുക്കം പഠിപ്പിക്കേണ്ടത് അമ്മമാരാ. ആ സ്ഥാനത്ത് ഒത്തിരി പേരുണ്ടായിട്ടൊന്നും കാര്യമില്ല. ഒന്നാണെങ്കിലും മുലക്കൊക്കെ അടിച്ച് വളർത്തണം. ഇല്ലെങ്കിൽ ദേ ഇതുപോലെ ഇരിക്കും. അമ്മാമ്മ ക്ഷമിക്കണം. ഇവക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കാം. എനിക്ക് വേണ്ടി ആരും മാപ്പ് ചോദിക്കണ്ട. അതിനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിന്റെ തെറ്റ് എന്നതൊക്കെയാണെന്ന് ഈ നിന്നിപ്പ് ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റുമണി. പക്ഷേ ദേ ഈ പാവങ്ങളെ ഓർത്ത് ഞാൻ അത് ചെയ്യുന്നില്ല. എൽദോ, എന്തോ ആ താക്കോൽ വാങ്ങി കൊണ്ടുപോ. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. കൊടുക്കും മോളെ. കൊടുക്കാൻ ഇതുകൊണ്ടെല്ലാം തീർന്നു ആരും കരുതണ്ട. ചെറിച്ചിനിങ്ങോട്ട് വന്നോട്ടെ. ഇതിന്റെ ബാക്കി എന്നിട്ട് പറയാം. മോളെ, മോളെ, നിക്ക് മോളെ. ക്ഷമിക്കണം അമ്മാമ്മേ. അറിവില്ലായ്മ കൊണ്ടാ. അവളെ ശപിക്കരുതേ. അയ്യോ അമ്മാമ്മേ, എന്നെ ഒന്ന് ആ ഉമ്മർത്ത് കൊണ്ടിരുത്ത്. അമ്മയോടും വല്യമ്മയോടും ഒക്കെ നിനക്കെന്തും പറയാം. എത്ര വേദനിച്ചാലും നാളത്തേക്കത് ഞങ്ങൾ മനസ്സിൽ വച്ചേക്കില്ല. അതുപോലാണോ മോളെ മറ്റുള്ളവര്? പറയാൻ പാടില്ലാത്തത് പറയേണ്ടതും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതും കണ്ടാ അവര് ചിലപ്പോ ക്ഷമിച്ചൂന്ന് വരില്ല. അതിന് മാത്രം ഞാൻ ഇപ്പൊ എന്താ വല്യമ്മ ചെയ്തേ? ഔട്ട് ഹൗസ് ഒന്ന് തുറക്കാൻ നോക്കി, അത്രയല്ലേ ഉള്ളൂ. അതിനാ അമ്മാമ്മ ഇത്ര മാത്രം എന്നെ ശകാരിക്കണോ? അതിനകത്ത് വെച്ച് നിന്റെ അച്ഛൻ ഒരിക്കലും ഒരു അപകടം ഉണ്ടായ കാര്യം നീ ഇവിടെ വെച്ച് അറിഞ്ഞതല്ലേ? എന്നിട്ട് നീ ഇത് തുറക്കാൻ നോക്കിയത് തെറ്റ് തന്നെയാന്ന് ഞാനും പറയൂ. മതി ഗീതേ, മോൾക്കൊരബദ്ധം പറ്റി. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ഏടത്തി എന്ത് പറഞ്ഞാലും എനിക്കിനി ഇവളെ ഓർത്തൊരു സമാധാനം ഉണ്ടാവും തോന്നുന്നില്ല. അമ്മാമ്മയോടും എൽദോയോടും ഇവൾക്കിപ്പോ വെറുപ്പാ. നേരത്തെ എന്നോട് പറഞ്ഞ് വേറൊരു കാര്യം അറിയണോ എടുത്തിക്ക്? എന്താ? അച്ഛന്റെ സ്നേഹം തട്ടിപ്പറിച്ച നാദിരോട് ഇവള് പകരം ചോദിക്കുന്നു. എന്റെ ഈശ്വര, ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന് അപ്പൊ തന്നെ അമ്മയോട് പറഞ്ഞതല്ലേ? തമാശ. മനസ്സിലില്ലാത്തതൊന്നും നിന്റെ നാവിലൂടെ വരില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? ഏടത്തി പറ, ഇതൊക്കെ മനസ്സിൽ വെച്ച് എനിക്ക് എങ്ങനെ ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാ? മോളെ, ആരുടെയും തലവിധി മാറ്റിക്കുറിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യേ വേണ്ട. ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് എന്തും കിട്ടൂ. എങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ടെ? അച്ഛനെ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അച്ഛനെ എനിക്ക് വീട്ടിൽ കൊണ്ട് തരുമായിരുന്നല്ലോ. കണ്ടു എഴുത്തി അവളുടെ തർക്കുത്തരം. നമ്മൾ കരുതും പോലൊന്നുമല്ല. അവിടുന്ന് വന്നതിലും ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഇവള്. നേരത്തെ അമ്മാമ്മ ഗുണദോഷിച്ചപ്പോഴും ഇവളുടെ മട്ടുമാതിരിയൊക്കെ എഴുത്തി കണ്ടതല്ലേ? ശരിയാ, അവരുടെ പ്രായത്തെ ഓർത്തെങ്കിലും മോൾക്കൊന്നും മിണ്ടാതിരിക്കായിരുന്നു. എനിക്ക് അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നേല് മനസ്സുകൊണ്ട് എതിർപ്പുള്ളവരവര്, അതെനിക്കറിയാം. നിനക്കൊന്നും അറിയില്ല. ഞാൻ കണ്ടെടുത്തോളം എനിക്ക് തോന്നിയത് ഒരു ദോഷമില്ലാത്തൊരു സ്ത്രീ അവരെന്നാ. അമ്മയ്ക്ക് പിന്നെ ചിരിച്ചു കാണിക്കുന്ന മുഖങ്ങളൊക്കെ പവിത്രമാണല്ലോ. രാത്രിയോർക്കം അവരുടെ മുറിയിലായിരിക്കണമെന്നല്ലേ കൽപ്പന. എന്നിട്ട് എന്താ പോവാത്തെ? മോളേക്കാൾ സ്നേഹം അവരോടാണെങ്കിൽ ഇവിടെ എന്തിനാ നിക്കുന്നേ? അങ്ങോട്ട് പോവരുതോ അമ്മയ്ക്ക്?